നമ്മുടെയൊക്കെ നാട്ടിൽ ആളെത്ര വേണ്ടാത്ത ആളാണെങ്കിലും മുതിർന്നു പോയ പിന്നെ വല്ലാത്ത ബഹുമാനമാണ്. ഇവർക്ക് എല്ലായിടത്തും വല്ലാത്ത പരിഗണനയാണ്. അതിന് കൊച്ചിൻ്റെ നൂലുകെട്ടിലാണെങ്കിലും ആരുടെയെങ്കിലും കല്യാണമാണെങ്കിലും ഇതാണ് പതിവ്. പിന്നെ ഇവർ വാ തുറന്നാലോ കോതയ്ക്ക് പാട്ട് എന്നതുപോലെ തന്നെയാണ്. എന്നാലോ ഇവരെന്ത് വിവരക്കേട് പറഞ്ഞാലും പ്രായമുള്ള ആളുകളല്ലേ, അവർ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടാകും എന്നാണ് പൊതുവെയുള്ള ഒരു വെപ്പ്. പ്രായം വെറുമൊരു നമ്പർ മാത്രമാണെന്നും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല, വകതിരിവ് വട്ടപൂജ്യമാണെങ്കിൽ ആളുകൾ വില വെക്കില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് അടൂർ ഗോപാലകൃഷ്ണൻ. കഴിഞ്ഞ ദിവസം അടൂർ ഗോപാലകൃഷ്ണൻ ചെറുതായി ഒന്ന് ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ഒരു ചടങ്ങിൽ വെച്ച്, അതും സിനിമയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ചടങ്ങിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് പ്രതികരിക്കുകയുണ്ടായി. വേറെ ഒന്നുമല്ല, പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് കുറഞ്ഞത് 3 മാസമെങ്കിലും വിദഗ്ധരുടെ കീഴിൽ പരിശീലനം നൽകണമെന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ഫിലിം കോൺക്ലേവ് വേദിയിൽ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം കളയരുതെന്നും 1.5 കോടി നൽകുന്നത് വളരെ കൂടുതലാണെന്നും പലരും ചെയ്തത് നിലവാരമില്ലാത്ത സിനിമകളാണെന്നും പറഞ്ഞ അദ്ദേഹം സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുത് എന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടതിനേക്കാൾ മുൻപ് വിമർശനങ്ങളുടെ പെരുമഴയായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ കത്താൻ ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണമെന്നായി. അടൂർ പറഞ്ഞതിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള വല്ല കാര്യമുണ്ടോ? സിനിമയെക്കുറിച്ച് വലിയ ജ്ഞാനമില്ലാത്തവർക്ക് വെറുതെ പണം കൊടുക്കരുതെന്നും അതിനു മുൻപ് 3 മാസമെങ്കിലും പരിശീലനം കൊടുക്കണമെന്നും നിലവാരമില്ലാത്ത സിനിമകളാണ് പലരും ചെയ്തതെന്നും ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇല്ല, ഇതിലൊന്നും ഒരു തെറ്റുമില്ല. ഇതൊക്കെ അവർണരുടെയും സ്ത്രീകളുടെയും മാത്രം കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നിടത്താണ് തെറ്റുവരുന്നത്. സവർണന്മാർ അല്ലെങ്കിൽ പുരുഷന്മാർ എല്ലാം ജനിക്കുമ്പോൾ തന്നെ അക്ഷരം കട്ടും പറയാൻ പഠിച്ചിട്ടല്ല വരുന്നത്. അപ്പം പിന്നെ ഇമാതിരി വർത്താനം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് വേറെ ഒരാൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. വേറെ ആരുമില്ല കക്ഷി, നമ്മുടെ മുകേഷാണ് ആൾ. പുള്ളിക്കാരനും അടൂർജിയുടെ അതേ അഭിപ്രായം തന്നെയാണുള്ളത്. എന്തായാലും സംഭവം കയ്യിൽ നിന്നും പോയി എന്ന് മനസ്സിലായപ്പോൾ മൊത്തത്തിലൊന്ന് വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് അടുത്ത കോമഡി. പിന്നോക്കാവസ്ഥയിലുള്ള പ്രതിനിധികൾക്ക് അവസരമെന്ന നിലയിലാണ് സർക്കാർ ഗ്രാന്റ് നൽകുന്നത്. ഒരു സിനിമയെടുത്ത ശേഷം അപ്രത്യക്ഷമാകേണ്ടവർ അല്ല അവർ. അതിനാലാണ് അവർക്ക് പരിശീലനം അടക്കം നൽകണമെന്ന് പറഞ്ഞത്, അല്ലാതെ ജാതി തിരികെ കയറ്റിയതല്ല. സിനിമാ ചിത്രീകരണത്തെക്കുറിച്ച് അറിവില്ലാത്തതാണ് പ്രശ്നം. അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയാൽ പിന്നീട് ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും അറിവും ലഭിക്കുമെന്നും അങ്ങനെയെങ്കിൽ അത് കലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ടായി തന്നെ ഇവർ മാറുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തീർന്നില്ല, ആദ്യമായി സിനിമ പിടിക്കുന്നവർ അറിവില്ലായ്മ കൊണ്ടാണ് അത്ര ഒരുപാട് പൈസ പൊടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ 1.5 കോടി കൊടുക്കേണ്ട ഒരാവശ്യമില്ല എന്നും ഞാനൊക്കെ 30 ദിവസത്തിനുള്ളിൽ 1/2 കോടി കൊണ്ട് സിനിമ പിടിച്ചിട്ടുണ്ടെന്നും അതൊക്കെയാണ് പഠിക്കേണ്ടതുമെന്നും പറഞ്ഞ് ആകെ അങ്ങ് മെഴുകി എണീറ്റിട്ടുണ്ട് കക്ഷി. എന്തായാലും അടുത്തറിയുന്നതോറും വിഗ്രഹങ്ങളൊക്കെ വീണുടയുമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാ തുറക്കുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിലും ഉള്ളിലെ ചെകുത്താനെ 4 പേരെ അറിയല്ലോ.